ശിവന്റെയും വിഷ്ണുവിന്റെയും അമ്പലത്തിലൊക്കെ പോകുമ്പം അമ്പലത്തിൽ കയറുന്ന സമയത്ത് രണ്ട് സൈഡിലും റൈറ്റിലും ലെഫ്റ്റിലും ഒരു ഒരേ വലിയ സ്റ്റാച്യു പോലത്തെ പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് എപ്പോഴേലും എന്താണ് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ശരിക്കും ഒരു ഗേറ്റ് കീപ്പർ പോലെ മാത്രമല്ല, അതിന് പിന്നിലൊരു കഥയുണ്ട്. ആ ഗേറ്റ് കീപ്പേഴ്സിന്റെ പേരാണ് ജയ, വിജയ. ആ രണ്ട് സ്റ്റാച്യൂസ് വെറുതെ സ്റ്റാച്യൂസ് മാത്രമല്ല, ശരിക്ക് അവരുടെ പിന്നിലൊരു കഥയുണ്ട്. പുരാണങ്ങളിൽ പറയുന്നുണ്ട്, രണ്ട് ഗാഡ്സ്, ജയയും വിജയും വിഷ്ണുവിൻ്റെ ഗാഡ്സ് ആയിരുന്നു. ഒരിക്കൽ 4 കുമാരന്മാര് വിഷ്ണുവിനെ കാണാൻ വന്നപ്പം ഇവര് കയറാൻ സമ്മതിച്ചില്ല. അപ്പം ഇവർക്ക് ദേഷ്യം വന്നപ്പം, ഈ കുമാരന്മാർക്ക് ദേഷ്യം വന്നപ്പം ജയയും വിജയും അവർ രണ്ടുപേരെയും ശപിച്ചു. നിങ്ങൾ രണ്ടുപേരും ഇനി ഭൂമിയിൽ പോയി ജനിക്കും എന്നുള്ളൊരു ശാപമായിരുന്നു. അപ്പം ശരിക്കും ആ ഒരു ശാപം അവർക്കൊരു വരമായി മാറി. അതെങ്ങനെയാണോ, അവർ ഭൂമിയിൽ വന്നപ്പോഴാണ് ഈ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ, വരാഹം, നരസിംഹം, രാമൻ, കൃഷ്ണൻ, ഈ അവതാരങ്ങളൊക്കെ കാണാൻ പറ്റിയത്. അപ്പം ഒരു ഗാർഡാണെങ്കിലും, ഒരു സെക്യൂരിറ്റി ഗാർഡാണെങ്കിലും, ഒരു ഗേറ്റ് കീപ്പർ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി നല്ല രീതിയിൽ ആത്മാർത്ഥതയോടെ ചെയ്തു കഴിഞ്ഞാൽ അതിനും അതിൻ്റെ ഔട്ട്പുട്ട്, അതിൻ്റെ റിസൾട്ട് ഭയങ്കര നല്ലതായിരിക്കും. ശരിക്കും ഈ ദ്വാരപാലകാസ്, അതായത് ഗേറ്റ് കീപ്പേഴ്സിൻ്റെ സ്റ്റോറി വെറും ഒരു പുരാണത്തിലുള്ള സ്റ്റോറിയല്ല. അതിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെസണും കൂടിയുണ്ട്. നമ്മളൊരു അമ്പലത്തിൽ കയറുന്ന സമയത്ത് ഈ ദ്വാരപാലകാസ് അവരെ കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്ന ഇത് ഒരു പ്രൊട്ടക്ടറാണ്, ഉള്ളിലിരിക്കുന്ന ദൈവത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നതെന്ന്. പക്ഷേ അത് മാത്രമല്ല, ഈ ദ്വാരപാലകാസ്, ഈ ഗാർഡ്സ് നമ്മളെയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഒരുപാട് ആയുധങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഫേസ് ആയിരിക്കും ഇവിടെ. അപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്വഭാവത്തിലുള്ള ദേഷ്യവും, നമ്മുടെ അഹങ്കാരവും, നമ്മുടെ ജലസിയും, നമ്മുടെ ഗ്രീഡും അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടായിരിക്കും അമ്പലത്തിലേക്ക് കയറുന്നത്, അല്ലേ? അപ്പം ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതല്ല. ആ അമ്പലത്തിൻ്റെ ആ പടി കയറുമ്പോൾ, ഇത് ആ ഒരു സ്റ്റെപ്പ് ചവിട്ടുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ എക്സ്ട്രീമായിട്ടുള്ള ഇമോഷൻസൊക്കെ നീങ്ങിപ്പോകുന്നത്. അപ്പം ഈ എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അസുരന്മാരാണ്. അപ്പം അത് നമ്മുടെ ബോഡിയിൽ നിന്ന് പോയാൽ മാത്രമേ നമുക്ക് നന്മ വരുവുള്ളൂ. അപ്പം ഇവര് ഈ ദ്വാരപാലകാസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്. അതുമാത്രമല്ല, നമുക്ക് ആ ഒരു അമ്പലത്തിൽ കയറുന്ന സമയത്ത് നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുക ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഈ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ഒക്കെ മാറി നമ്മൾ പിന്നെ ഭയങ്കര പോസിറ്റീവ്. അമ്പലത്തിൽ കയറുമ്പോൾ എന്ന് പറയുമ്പം നല്ലൊരു മണവും നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പം അത് നടക്കുന്നത് അഗൈൻ ആ ഒരു പടി കയറി ദ്വാരപാലകാസിനെ ക്രോസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. ഈ പ്രതിമകളെ കാണുമ്പം നമുക്ക് ഈ കഥ ഓർമ്മ വരിക ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പം ഭയങ്കര ട്രൂ ആയിട്ട്, നമ്മൾ ഫുൾ ഡിസിപ്ലിനായിട്ട് പ്യുവറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള, നേടാനുള്ള കാര്യങ്ങൾ നമുക്ക് ഭയങ്കര പെട്ടെന്ന് നേടാൻ പറ്റും. അപ്പം അതും ഒരു വലിയൊരു ലെസണാണ്, അല്ലേ? ശരിക്കും ഈ ദ്വാരപാലാസ് പറയുന്ന ഈ സ്റ്റോറി, ഈ മെസ്സേജ് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് എക്സ്ട്രീം ഇമോഷൻസ് വരുമ്പോൾ നമുക്ക് ദേഷ്യവും സങ്കടവും അഹങ്കാരവും ഗ്രീഡൊക്കെ വരുന്ന സമയത്ത് അമ്പലത്തിൽ ദ്വാരപാലാസ് ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കുന്ന പോലെ തന്നെ ഇവർ നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡിലെ ഒരു ഗേറ്റ് കീപ്പേഴ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ ഒരു ചിന്ത വരുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് ആലോചിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ അമ്പലത്തിൽ പോണ സമയത്ത്, അമ്പലത്തിലേക്ക് കയറുന്ന സമയത്ത് രണ്ട് സൈഡിലെ സ്റ്റാച്യൂസ്, അതാണ് ദ്വാരപാലാസ്. അപ്പം ഇവരെ കണ്ട് ജസ്റ്റ് നോക്കി പോവാണ്ട് ഒന്ന് നിന്ന് അവിടെ ഒന്ന് തല കുനിച്ച് ഒന്ന്
നമ്മുടെ ഈ കഥ നമ്മളൊന്ന് ആലോചിക്കാം. അപ്പം എല്ലാവർക്കും ഈ ചെറിയൊരു മെസ്സേജ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.